നമ്മുടെ യാത്ര ഇവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. നെല്ലൂര് നിർത്തിയപ്പോൾ നമ്മൾ ഇഡ്ഡലിയും വടയും മേടിച്ചിട്ടുണ്ട്. ഈ വടയുടെ വലുപ്പം കണ്ടോ നിങ്ങൾ? പണ്ട് കാലത്ത് ഇതുവഴി യാത്ര ചെയ്തവർ ഒരുപാട് പേടിച്ചാണ് അവർ യാത്ര ചെയ്തിരുന്നത്. കാരണം എപ്പോൾ വേണമെങ്കിലും ഒരു ആക്രമണം ഉണ്ടാകാൻ പറ്റുന്ന ഒരു സ്ഥലമാണിത്. നമ്മൾ കുടിക്കുന്ന മിനറൽ വാട്ടറിൻ്റെ ബോട്ടിൽ എന്തുകൊണ്ട് നമ്മൾ പ്രോപ്പറായിട്ട് ഡിസ്പോസ് ചെയ്യണം എന്ന് പറയുന്നതിൻ്റെ കാരണം ഒരു കേരള ഹോട്ടൽ ഉണ്ടായിരുന്നു, അവിടുന്ന് ഫുഡ് കഴിച്ചു. അങ്ങനെ നമ്മൾ ഓയോ റൂം എടുത്തു. ആദ്യത്തെ 449 അല്ലേ? അങ്ങനെ താൽക്കാലികമായിട്ട് നമ്മുടെ സ്വന്തം ഗ്രാമമായ ചാമമ്പതാൽ സിറ്റിയോട് നമ്മൾ ഇവിടെ പറയുകയാണ്. ചാമമ്പതാലിൽ നിന്ന് കശ്മീരിലേക്ക്, ഞങ്ങളുടെ സ്വന്തം ചാമമ്പതാലിൽ നിന്ന്. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ യാത്ര ഇവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ നേരെ കോട്ടയം റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാണ്. കുറച്ച് ലേറ്റ് ആയിപ്പോയി, കുറച്ച് അല്ലേ ആൽബിനെ? ഞങ്ങള് ഇച്ചിരി ലേറ്റ് ആയിപ്പോയി. നമ്മുടെ പാക്കിങ് കാര്യങ്ങളും എല്ലാം കൂടെ എടുത്ത് വന്നപ്പോഴേക്ക് കുറച്ച് ലേറ്റ് ആയിപ്പോയി. അതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ പോവാണ്. സാധാരണ ഈ ട്രെയിനെല്ലാം ലേറ്റ് ആണ്, പക്ഷെ ഇന്ന് കറക്റ്റാണ് കേട്ടോ. ഇന്ന് കറക്റ്റ് സമയമാണ്, ഒരു തുള്ളി പോലും ലേറ്റ് വരുന്നില്ല. ഞങ്ങൾ കോട്ടയം റെയിൽവേ സ്റ്റേഷനിലാണ്. ഭയങ്കര സൗണ്ടാണ്, ഒന്നും പറയുന്നത് കേൾക്കത്തില്ലായിരിക്കും. ഞങ്ങൾ ട്രെയിനിൽ കയറിയിട്ട് അല്ലേ ബാക്കി അപ്ഡേറ്റ് പറയുന്നതായിരിക്കും. സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ആണോ? എങ്ങനെയുണ്ട് ട്രെയിൻ യാത്ര? ഇഷ്ടപ്പെട്ടോ? ഓ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. കോട്ടയത്തു നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. നമ്മുടെ കേരള എക്സ്പ്രസ് ആണ്. തിരുവനന്തപുരത്തു നിന്ന്, അതായത് കേരളത്തിൻ്റെ ഇങ്ങേ അറ്റത്തുനിന്ന് ഇന്ത്യയിലെ അങ്ങേ അറ്റമായ ഡൽഹി വരെയുള്ള ഒരു നീണ്ട സർവീസ് നടത്തുന്ന കേരള എക്സ്പ്രസ്സിലാണ് നമ്മുടെ യാത്ര. ഇതിൽ പണ്ടൊക്കെ ആണെങ്കിൽ കർട്ടനും കാര്യങ്ങളും നമുക്ക് ബ്ലാങ്കറ്റും എല്ലാം കിട്ടുമായിരുന്നു. പക്ഷേ ഇപ്പോൾ കോവിഡിന് ശേഷം അതൊന്നുമില്ല. ഞങ്ങളിങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ ആസ്വദിച്ച് പോവാണ്. കോഴിക്കോട് നമ്മളെ കാണാനായിട്ട് നമ്മുടെ സുഹൃത്ത് മുഫ്താർ ഭായ് എത്തും. നമ്മുടെ ട്രാവൽ കിങ് കഴിഞ്ഞ ദിവസം നമ്മൾ കോഴിക്കോട് പോയപ്പോൾ കണ്ടായിരുന്നു. അപ്പം മുഫ്താർ ഭായ് നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അപ്പം പുള്ളിയുടെ വകയാണ് ഇന്നത്തെ അത്താഴം. അങ്ങനെ കോഴിക്കോടൻ ഫുഡ് കഴിക്കാമെന്നൊക്കെ വിചാരിച്ചിരുന്നപ്പോഴാണ് ഈ ട്രെയിൻ അതുവഴി പോകുന്നില്ല, പാലക്കാട് കൂടി സേലം കയറി പോവാണ്. അതുകൊണ്ടാണ് നമുക്ക് ആ ഫുഡ് നഷ്ടമായി. മുഫ്താർ ഭായ് സോറി, പാവം രാവിലെ തൊട്ട് ഒരുപാട് കഷ്ടപ്പെട്ട് നമുക്ക് വേണ്ടി റെഡിയാക്കിയതാണ്. അത് കഴിക്കാനുള്ള യോഗം കിട്ടിയില്ല. അങ്ങനെ സംഭവബഹുലമായ ഒരു രാത്രി കഴിഞ്ഞു അല്ലേ? രാവിലെ എഴുന്നേറ്റു. ഞങ്ങൾ കിടക്കുന്നത് മുമ്പ് മൊത്തം ചായക്കാരായിരുന്നു അല്ലേ? അപ്പോൾ ആരും കാണുന്നില്ല. വരുമായിരിക്കും, ഒരു ചായ കുടിക്കണം. പുറത്ത് ഉമ്മ കാലിയായിട്ട് കിടക്കുന്ന കുറേ സ്ഥലങ്ങളാണ്. ആന്ധ്രയാണെന്ന് തോന്നുന്നു. തിരുപ്പതിയൊക്കെ വന്നപ്പോൾ അറിയായിരുന്നു. ഫ്രണ്ട്സ്, അപ്പോൾ നെല്ലൂർ വന്നപ്പോൾ നമ്മൾ ചാടി ഇറങ്ങിയതാണ്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് തപ്പണം. കേരള എക്സ്പ്രസ്സിൽ നമുക്ക് ഫുഡില്ല. അപ്പം നമുക്ക് ഇപ്പോൾ ട്രെയിനിൽ നിന്ന് ഫുഡ് കിട്ടും. അതിനേക്കാളും ബെറ്റർ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പുറത്ത് ഏതെങ്കിലും സ്റ്റേഷനിൽ നിന്ന് മേടിക്കുന്നതാണ് എപ്പോഴും നല്ലത്. നോക്കട്ടെ. അങ്ങനെ നെല്ലൂര് നിർത്തിയപ്പോൾ നമ്മൾ ഇഡ്ഡലിയും വടയും മേടിച്ചിട്ടുണ്ട്. ഈ വടയുടെ വലുപ്പം കണ്ടോ നിങ്ങൾ? ചെറുതാണ്. കഴിച്ചു നോക്കണം. നെല്ലൂര് ഒക്കെ ദോശ ഇഡ്ഡലിക്കൊക്കെ ഫേമസ് ആണ്. ചട്നിയൊക്കെ വമ്പം പരാജയം കേട്ടോ. നോക്കട്ടെ, അതിൽ കഴിച്ചു നോക്കിയിട്ട് പറയാം. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് നമ്മളിരിക്കുമ്പോഴാണ് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ കൃഷ്ണ നദി എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പോൾ കൃഷ്ണ നദിയുടെ മുകളിലൂടെയുള്ളൊരു യാത്രയാണ്. സൗത്ത് ഇന്ത്യയിലെ തന്നെ പ്രധാനപ്പെട്ട ഒരു നദിയാണ്. അത്രയും വലിയൊരു നദിയാണ് കൃഷ്ണ നദി. ഹൈന്ദവ വിശ്വാസപ്രകാരം ഒരു പുണ്യ നദിയായിട്ട് കണക്കാക്കപ്പെടുന്ന ഒരു നദിയാണ്. അതുകൊണ്ട് തന്നെ ഉണ്ടല്ലോ ഒരുപാട് പേര് ഈ ട്രെയിനിലൊക്കെ പോകുമ്പോൾ ഇവിടുന്ന് പൈസ എറിയുന്നുണ്ട് ഈ നദിയിലേക്ക്. അവരുടെ വിശ്വാസമാണത്.
അതുപോലെ തന്നെ ഇത് നമ്മുടെ പശ്ചിമഘട്ടത്തിൽ നിന്ന് ഉത്ഭവിച്ച് മഹാരാഷ്ട്രയിലെ മഹാബലീശ്വറിൽ നിന്ന് ഉത്ഭവിച്ച് അത് തൊട്ടടുത്താണ് അറബിക്കടൽ. അങ്ങോട്ട് പോകാതെ അതിൻ്റെ ഓപ്പോസിറ്റ് സഞ്ചരിച്ച് 1300ഓളം കിലോമീറ്റർ സഞ്ചരിച്ച് ബംഗാൾ കടലിൽ വന്ന് എത്തിച്ചേരുന്ന ഒരു വലിയൊരു നദിയാണ് കൃഷ്ണ നദി. അതിൻ്റെ മുകളിലൂടെയുള്ള യാത്ര എന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾ കണ്ടില്ലേ, ഏകദേശം നല്ല വീതിയെന്ന് പറഞ്ഞാൽ ഒരു ഏകദേശം 3-4 മിനിറ്റ് അതിൻ്റെ ടോപ്പിലൂടെ നമ്മൾ സഞ്ചരിക്കാനുണ്ട്. ഇപ്പം വെള്ളം വളരെ കുറവാണ്. എന്നാൽ മഴക്കാലത്ത് ഇതിൻ്റെ മുകളിലൂടെയുള്ള യാത്ര അതീവ എന്താ പറയുന്നത് സാഹസികമായൊരു യാത്രയായിരിക്കും. ഇത് ഏകദേശം കര കവിഞ്ഞ് നിൽക്കുന്ന ഒരവസ്ഥയിലായിരിക്കും നമ്മളിത് പാസ് ചെയ്യുന്നത്. ഏകദേശം പാലം മുട്ടിയൊക്കെ വെള്ളം കാണും. നിങ്ങളൊന്ന് ഓർത്ത് നോക്കുക, ജസ്റ്റ് ഒന്ന് കണ്ണടച്ച് ഓർത്ത് നോക്കുക. ഇത്രയും വീതിയുള്ളൊരു പുഴ നിറച്ചും വെള്ളമായിട്ട് എൻ്റെ അമ്മ അതിൻ്റെ നടുക്കൂടെ ട്രെയിൻ പോകുന്ന സീൻ എന്നൊക്കെ പറഞ്ഞാൽ ചെറുതായിട്ടൊക്കെ പേടി ഇല്ലാത്തവരാരും കാണത്തില്ല. അത്രയ്ക്കും ഭീകരമായിട്ടായിരിക്കും ഈ നദികൾ ആ സമയത്ത് ഒഴുകുന്നത്. ആ പാലത്തിന് തൊട്ട് താഴെയായിട്ട് കുറേ വള്ളക്കാരൊക്കെ നിൽക്കുന്നുണ്ട്. പൈസ പിടിക്കാൻ നിൽക്കുന്നതാണോ മീൻ പിടിക്കാൻ നിൽക്കുന്നതാണോ എന്നറിയത്തില്ല. അപ്പം ഇതൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ട്രെയിൻ ലൈഫിൻ്റെ ഒരു ട്രെയിൻ യാത്രയിൽ നമുക്ക് കിട്ടുന്നൊരു എക്സ്പ്ലോർ എന്നൊക്കെ പറയുന്നത്. നമുക്ക് ഇത്രയും വലിയൊരു നദിയുടെ മേലിലൂടെ പോകാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ ഡൽഹി എത്തുമ്പോൾ ഏകദേശം നമ്മൾ ഗോദാവരി അതുപോലത്തെ 2-3 വലിയ നദികളുടെ മേളിലൂടെ നമുക്ക് സഞ്ചരിക്കാൻ പറ്റും. അതൊക്കെയാണ് ഇതിൻ്റെ ഈ യാത്രയുടെ ഒരു പ്രത്യേകതകൾ. നമുക്കിതൊക്കെ കണ്ട് ഓരോരുത്തർ നമ്മുടെ കൂടെ യാത്ര ചെയ്തവർ അവരുടെ മുമ്പ് സഞ്ചരിച്ച കഥകളൊക്കെ പറഞ്ഞ് നമ്മൾ മുന്നോട്ട് പോകും. അങ്ങനെ അടിപൊളിയായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ബാക്കി കാഴ്ചകൾ കാണാം. പേരക്ക കിട്ടിയിട്ടുണ്ട്. ഹാപ്പിയായോ? ഇതിൻ്റെ അകത്ത് ഇങ്ങനെ മുളക് പൊടിയൊക്കെ തേച്ച് ഇങ്ങനെ എടുത്തിട്ട് കഴിച്ചോ. ഒരു ദിവസം ഫുള്ള് ആന്ധ്രയിലൂടെയാണ്. ആന്ധ്രയിലൂടെ ഞങ്ങള് കുറെ വയലുകളും ഒരുപാട് കൃഷി അല്ലേ, കൊച്ചു പുറത്ത് ഭയങ്കര ചൂടാണ്. പക്ഷെ അകത്ത് ഭയങ്കര തണുപ്പാണ്. പുതപ്പൊന്നും എടുത്തില്ല. അവസാനം ചേട്ടന്മാർക്ക് കൊണ്ടുപോകുന്ന 2 കൈലി ഉണ്ടായിരുന്നു. അത് പുറത്താണ് ഇരിക്കുന്നത് അല്ലേ, അത് പുറത്താണ് ഇരിക്കുന്നത്. പിന്നെ എന്താ പറയുക, ആന്ധ്ര ഫുള്ള് കൃഷിയാണ്. ഒരുപാട് കൃഷികളും വലിയ വലിയ വീടുകളൊന്നും ഇല്ല. ഫ്രണ്ട്സ്, അപ്പോൾ നേടെ നമ്മൾ കൃഷ്ണ നദി പാസ് ചെയ്തു. അതിനുശേഷം നമ്മൾ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ 2ാമത്തെ നദിയായ ഗോദാവരി റിവറിൻ്റെ മേളിലൂടെയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തു പറയുക, ഇതും മഹാരാഷ്ട്രയിൽ നിന്നൊക്കെ ഉത്ഭവിച്ച് തൊട്ടടുത്തുള്ള അറബിക്കടലിൽ പോകാതെ 1450 കിലോമീറ്റർ സഞ്ചരിച്ച് ബംഗാൾ ഉൾക്കടലിലേക്ക് എത്തുന്ന അതിഭീകരമായ ഒരു റിവറാണ്. ഏകദേശം ഇതിൻ്റെ വലിപ്പം നിങ്ങളൊന്ന് സൂക്ഷിച്ച് നോക്കിയേ. എന്താ പറയുക, ഏപ്രിൽ മാസമാണ് നമ്മളിപ്പം യാത്ര ചെയ്യുന്നത്. അതായത് വലിയ വെള്ളമൊന്നും ഇല്ലാത്ത സമയത്താണ് ഗോദാവരി ഇങ്ങനെ നിൽക്കുന്നത്. മഴക്കാലത്തൊക്കെ നിങ്ങളിത് കണ്ടാൽ അല്ലേ, ഇതിൻ്റെ ഒരു രൂപം ഭയങ്കര ഭീകരമായിരിക്കും. അപ്പോൾ മഴക്കാലത്ത് ഈ വഴി യാത്ര ചെയ്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻസ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ ട്രെയിനിൽ ചായ അത്ര സുഖം തോന്നിയില്ല. അതുകൊണ്ട് നമ്മൾ എവിടെയെങ്കിലും സ്റ്റേഷൻ കിട്ടുമ്പോഴാണ് ഓടിച്ചാടി ഇറങ്ങി ചായ കുടിക്കുന്നത്. വലിയ മാറ്റങ്ങളൊന്നുമില്ല. പക്ഷേ കോട്ടയത്ത് നിന്ന് ഞങ്ങളൊരു കാപ്പി കുടിച്ചായിരുന്നു, അടിപൊളിയായിരുന്നു. പക്ഷെ അത്ര ഒന്നും ഇവിടെ നിന്നും കിട്ടിയില്ല. നമ്മുടെ 2ാമത്തെ ദിവസം നമ്മൾ കണ്ണ് തുറന്നു 6 മണിയായപ്പോഴേക്ക് 5:30 ആയപ്പോഴേ എഴുന്നേറ്റല്ലേ. ഇപ്പോൾ കർട്ടനൊന്നും ഇല്ലാത്തതുകൊണ്ട് വെട്ടമെല്ലാം അടിച്ച് കയറി രാവിലെ തന്നെ എഴുന്നേറ്റു. ഇത് കുഴപ്പമില്ല. ഒരു ഉച്ചയാകുമ്പോഴേക്കും വലിയ ഇതുവരെ ട്രെയിൻ ലേറ്റ് അല്ല, 1:30 ആകുമ്പോഴേക്കും ഇവിടെ എത്തുമെന്ന് വിചാരിക്കുന്നു. പിന്നെ കാഴ്ചകൾ ഇതാണ്, ഇങ്ങനെ പരന്ന് കിടക്കുകയാണ്. കുറേ കൃഷിയിടങ്ങളും ചുമ്മാ തരിച്ച് ഭൂമിയും ഒക്കെയാണ്. പക്ഷെ കുഴപ്പമില്ല അല്ലേ. ഭയങ്കര തണുപ്പായിരുന്നു രാത്രി. നമ്മുടെ പ്രതിരോധിക്കാൻ പറ്റിയ സാധനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ശരിക്കും പെട്ടുപോയി. ജാൻസി നമ്മൾ മേടിച്ച ബ്രെഡ് ഓംപ്ലേറ്റ് ആണ്.
വെളിപാടുണ്ടാകുന്നു. എന്താ ഗ്വാളിയറിലേക്ക് വെച്ച് പിടിക്കാൻ? എന്തിനാ? ഹിന്ദുസ്ഥാനി സംഗീതം പഠിക്കണം. ഗ്വാളിയർ ഖരാന മാജിക് പീകോക്കിനെ കുറിച്ചറിയാൻ ചെന്നുപെട്ടത് ഒരു പഴയ സിംഹത്തിന്റെ മടയിൽ. ഫ്രണ്ട്സ്, അപ്പോൾ ഇവരെല്ലാം പാട്ട് പഠിക്കാൻ വന്നവരായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ 6-ാം തമ്പുരാനിൽ നമ്മുടെ ലാലേട്ടൻ പാട്ട് പഠിക്കാൻ വന്ന സ്ഥലമാണിത്, ഗ്വാളിയർ. അപ്പം നമുക്ക് ആ ബോർഡൊക്കെ കാണുമ്പോൾ നമുക്ക് ആ കറക്റ്റ് സീനൊക്കെ ഓർമ്മ വരും. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ എന്നാ പറയുക, ഒരു കാലത്ത് ആൾക്കാർ ഇതുവഴി പോകുമ്പോൾ, ട്രെയിനിലൂടെയൊക്കെ പോകുമ്പോൾ ഒരുപാട് പേടിച്ച്, ഏകദേശം ഒരു അരമണിക്കൂറോളം അവർ പേടിച്ച് യാത്ര ചെയ്തൊരു സ്ഥലമാണ്. പേര് കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഇതുവഴി യാത്ര ചെയ്തവർക്ക് ഇപ്പം വിഷ്വൽസ് കാണുമ്പോൾ മനസ്സിലായി കാണും. ചമ്പൽക്കാടുകൾ. ഈ ചമ്പൽക്കാട്ടിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമ്മൾ ഉറപ്പായിട്ടും ഓർത്തു പോകുന്നൊരു പേരാണ് ഫൂലൻ ദേവി. ഒരു കാലത്ത് വലിയ കുറ്റവാളിയും എന്നാ പറയുക, കൂട്ടക്കൊലപാതകം വരെ നടത്തിയ ഒരുപാട് കേസിലെ പ്രതിയായിട്ടുള്ള ഫൂലൻ ദേവി പിന്നീട് ഇന്ത്യൻ പാർലമെൻറ്റ് അംഗം വരെ ആയ ഒരാളാണ്. അപ്പം ഇത് വളരെ പ്രത്യേകത നിറഞ്ഞൊരു കാടാണ്. വളരെ കുഞ്ഞു കുഞ്ഞു കുന്നുകളും ചെറിയ ചെറിയ മരങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു വളരെ നമ്മൾ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത സൈസ് ഒരു ഭൂപ്രകൃതിയാണ് ഇവിടെ. നമ്മൾ ട്രെയിനിലൂടെ പണ്ട് യാത്ര ചെയ്തവർ ഇതിനിടയിലൂടെ കുതിരയിൽ ആൾക്കാർ വന്നിട്ട്, കൊള്ളക്കാർ വന്നിട്ട് ട്രെയിനിൽ കയറി തോക്ക് ചൂണ്ടി അവരുടെ ആ യാത്രക്കാരുടെ സ്വർണവും അതുപോലെ തന്നെ കാശൊക്കെ അപഹരിച്ചുകൊണ്ട് പോകുന്നതായിരുന്നു ഒരു കാലത്ത് സംഭവിച്ചുകൊണ്ടിരുന്നത്. പിന്നീട് ഒരുപാട് മാറ്റമായി. ഇപ്പോൾ അങ്ങനത്തെ കേസുകളും കാര്യങ്ങളും ഒന്നുമില്ല. ഒരു കാലത്ത് ആൾക്കാരുടെ പേടി സ്വപ്നമായ ചമ്പൽക്കാട്ടിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളെ ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട് നമ്മൾ കുടിക്കുന്ന വാട്ടർ ബോട്ടിൽ, അതായത് മിനറൽ വാട്ടറിൻ്റെ ബോട്ടിൽസ് നിങ്ങൾ കളയുവാണെങ്കിൽ, കളയല്ല, പ്രോപ്പറായിട്ടുള്ള ഡിസ്പോസ് ചെയ്യുക. അല്ലാതെ നിങ്ങൾ കളയുവാണെങ്കിൽ അതിൻ്റെ അടപ്പ് ഇട്ടിട്ട് കളയാനാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് കണ്ട ആൾക്കാർ കയറി ബാത്റൂമിൻ്റെ അവിടെ നിന്നെല്ലാം എടുത്ത് കുപ്പി ശേഖരിച്ചിട്ട് ചാക്കിലായിട്ട് കൊണ്ടുപോവാണ്. ഇതൊക്കെയാണ് നമുക്ക് പിന്നെ എപ്പോഴേലും ഒക്കെ ഏതെങ്കിലും സ്റ്റേഷനിൽ നമുക്ക് കുടിക്കാനായിട്ട് വെള്ളം കിട്ടുന്നത്. ഇവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, ഇത് ഇവരുടെ പണിയാണ്. ഇവർ മാക്സിമം കുപ്പി ശേഖരിക്കുന്ന ആൾക്കാരാണ്. ഇത് നമുക്ക് തന്നെ ഒരു ദിവസം തിരിച്ചു കിട്ടും. അതാണ് ഇതിൻ്റെ കുഴപ്പം. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ ന്യൂഡൽഹിയിൽ വന്നു. അതിന് ഓപ്പോസിറ്റ് ഒരു കേരള ഹോട്ടലുണ്ടായിരുന്നു. അവിടെ നിന്ന് ഫുഡ് കഴിച്ചു. നമ്മുടെ റെയിൽവേയിൽ കിട്ടുന്ന ഫുഡിനേക്കാളും കുഴപ്പമില്ല, അത്രേ ഉള്ളൂ. പിന്നെ നമ്മുടെ ചോറൊക്കെ കഴിക്കുമ്പോൾ ഒരു സന്തോഷം, അത്രേ ഉള്ളൂ. വേറെ പരിപാടികളായിട്ട് വലിയ തള്ളിമറിക്കാൻ മാത്രമുള്ള സംഭവങ്ങളില്ല. പക്ഷെ ഒരുപാട് പേര് പട്ടാളക്കാരും ഒക്കെ അവിടുന്ന് ഫുഡ് കഴിച്ചിട്ടാണ് ട്രെയിനിൽ കയറുന്നത്, നാട്ടിലോട്ടൊക്കെ വരുന്നത്. എന്നുവെച്ചാൽ കേരളം നമ്മുടെ പൊറോട്ടയും മുട്ടയും കാര്യങ്ങളെല്ലാം കിട്ടുന്ന കടയാണ്. അപ്പോൾ അവിടുന്ന് നേരെ ഫുഡ് കഴിച്ചു. കൂട്ടുകാർ തിരക്കാണ്. ആൾക്കാർ, ഓട്ടോക്കാരും ബാക്കി ഏജന്റുമാരും എല്ലാം കൂടി നമ്മുടെ കാലെ പിടിക്കുകയാണ്. റൂം വേണോ ഓട്ടോ വേണോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ബുക്ക് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഒരു യൂബർ വിളിച്ചിട്ട് നേരെ ഹോട്ടലിലോട്ട് പോവുകയാണ്. ഓയിൽ ബുക്ക് ചെയ്താണ്. ഓയിൽ ഫസ്റ്റ് ബുക്കിംഗ് ആണ്. അപ്പം നമുക്ക് ഏതാണ്ട് 449 രൂപയ്ക്ക് റൂം കിട്ടിയിട്ടുണ്ട്. AC ആണെന്ന് ഞാൻ വിളിച്ചു ചോദിച്ചാണ്. AC ആണെന്നാണ് പറഞ്ഞേക്കുന്നത്. അവിടെ ചെന്നിട്ടറിയാം. നമ്മുടെ ഫസ്റ്റ് ബുക്കിംഗ് ആണ്. ഇതിൻ്റെ പരിപാടികളൊന്നും അറിയത്തില്ല അല്ലേ? ടീനാമ മടുത്തൊരു കോലമായിട്ടുണ്ട്. ഞങ്ങളീ അതന്നെ ഗുളിക കഴിക്കുന്നത്, തലവേദനയുടെ ഗുളിക മേടിച്ചത് നന്നായി. അത് നല്ല തണുപ്പായിരുന്നു കേട്ടോ ഇന്നലെ രാത്രി. അപ്പം തണുപ്പായതുകൊണ്ട് നമ്മൾ കമ്പിളിയൊന്നും എടുത്തുമില്ല, അതാ പറ്റിപ്പോയി. അപ്പോൾ ഇങ്ങനെ പുറത്ത് ചൂടും അകത്ത് കൊടുക്കുന്ന തണുപ്പും. ഇപ്പം ഞങ്ങൾ പുറത്തിറങ്ങി ഒരു 5 മിനിറ്റ് ഇരുന്നപ്പോൾ തന്നെ പരിപ്പിളവാണ്. നേരെ ഹോട്ടലിൽ പോയിട്ട് ഞങ്ങൾ ഹോട്ടൽ എങ്ങനെയാണെന്ന് നോക്കട്ടെ, എന്നിട്ട് ബാക്കി പറയാം. നമ്മൾ ഹോട്ടലിലോട്ട് പോകുന്ന വഴിയിൽ നമ്മൾ കണ്ടൊരു കാഴ്ചയാണ്. ആ വീടിൻ്റെ ഫ്രണ്ടിൽ കണ്ട ഒരു മൺകുടം, കുടിക്കുന്ന വെള്ളമാണ് കേട്ടോ. ഈ ചൂട് കാലത്ത്, അതായത് മൺകുളത്തിലാവുമ്പോൾ കുറച്ച് തണുപ്പ് കിട്ടുമല്ലോ. ജസ്റ്റ് ആ ചേച്ചി വന്ന് ഇപ്പോൾ അത് ക്ലീൻ ചെയ്ത് സെറ്റാക്കി വെച്ചിട്ട് പോയതാണ്. എന്നിട്ട് വെള്ളം എടുത്തുകൊണ്ട് പോയി. നല്ലൊരു കാഴ്ച. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ ഓയോ റൂം എടുത്തു. ആദ്യത്തെ 449 അല്ലേ? 449. നമ്മൾ നമ്മുടെ ഗൂഗിൾ പേയും ഫോൺ പേ ഒക്കെ ആക്ടിവേറ്റ് ആക്കിയിട്ടാണ് വന്നത്. അതുകൊണ്ട് എളുപ്പമായിരുന്നു അല്ലേ? അല്ലേ ഉണ്ടല്ലോ, ചില്ലറ തപ്പി നമ്മുടെ ഇടപാട് കഴിയും. ഇപ്പോൾ റൂം വലിയ കുഴപ്പമൊന്നുമില്ല, AC ആണ്.
ഈ പൈസക്ക് ഈ റൂം കിട്ടുക എന്ന് പറഞ്ഞാല് വലിയ കാര്യമാണ്. ഞങ്ങള് ഏകദേശം ഇപ്പൊ 3 മണിയായി. ഫുഡ് കഴിച്ചിട്ട് വന്നുകൊണ്ട് കുഴപ്പമില്ല. ഇനി ബാക്കി എല്ലാം നാളത്തേക്കുള്ള കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യണം. നാളെ രാവിലെയാണ് ഫ്ലൈറ്റ്. അപ്പം റൂം കാര്യങ്ങളൊന്ന് കാണിക്കാം. അത്യാവശ്യം കുഴപ്പമില്ല അല്ലേ? ചെറിയ റൂമാണെങ്കിലും വലിയ കുഴപ്പമില്ല. എന്നാലും നമ്മളാ ട്രെയിനിൽ നിന്ന് ഇറങ്ങിയോണ്ട് ഇതൊക്കെ ഞങ്ങൾക്ക് സ്വർഗം കേട്ടോ അല്ലേ? ഞങ്ങൾക്ക് ഇതൊക്കെ ഒരു സ്വർഗമാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത സർവീസും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഓക്കെ അപ്പോൾ ഫ്രണ്ട്സ്, അപ്പം നാളെ തൊട്ട് തുടങ്ങുകയാണ് നമ്മുടെ കാശ്മീർ ട്രിപ്പ്. രാവിലെ നമ്മൾ പോവും. 6:30ക്കാണ് ഫ്ലൈറ്റ്. 8:30 ആകുമ്പോൾ അവിടെ ചെല്ലും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യം തന്നെ കാശ്മീർ ശ്രീനഗർ എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. അപ്പോൾ വീഡിയോസ് വരുന്നുണ്ട് അല്ലേ? കാത്തിരിക്കുക. നമ്മൾ അടിച്ച് പൊളിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നിടം വരെ ബൈ ബൈ.